സെപ്റ്റംബർ 21. യേശുവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരുവനും സുവിശേഷകനുമായിട്ടുള്ള വിശുദ്ധ മത്തായിയുടെ തിരുനാളാണ് സാർവത്രിക സഭ ഇന്ന് ആഘോഷിക്കുന്നത്. ലഭ്യമായിരിക്കുന്ന അറിവനുസരിച്ച് മത്തായി ഗാലിലിക്കാരനായിരിക്കണം എന്നാണ് പൊതുവെ അഭിപ്രായം. മത്തായിയെ സംബന്ധിച്ച് വിശുദ്ധ മർക്കോസ് വിശേഷിപ്പിക്കുന്നത് അൽഫായുടെ പുത്രനായ ലേവി എന്ന രീതിയിലാണ്. അൽഫ തികച്ചും ഒരു യഹൂദനാണ്, ഗാലിലി പ്രദേശത്തുകാരൻ. അങ്ങനെ വരുമ്പോൾ മത്തായി തീർത്തും ഒരു യഹൂദനും യഹൂദ പാരമ്പര്യത്തിൽ വളർന്നവനുമായിരിക്കണം. എങ്കിലും അന്നത്തെ യഹൂദന്മാരുടെ ഇടയിലുണ്ടായിരുന്ന ചില യാഥാസ്ഥിക ചിന്തകളെ മത്തായി എതിർത്തിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഉദാഹരണമായി, രാജ്യത്തിൻ്റെ ഭരണാധികാരി അന്ന് റോമൻ ചക്രവർത്തിയായിരുന്നു. ആ റോമൻ ചക്രവർത്തിമാരെ ഒരു തരത്തിലും അംഗീകരിക്കാൻ യഹൂദന്മാർ തയ്യാറായിരുന്നില്ല. അതിൻ്റെ ഫലമായി റോമൻ ചക്രവർത്തിയുടെ കീഴിലുള്ള ജോലികളൊന്നും യഹൂദന്മാർ ഏറ്റെടുക്കാൻ സന്നദ്ധരായിരുന്നില്ല. എന്നാൽ മത്തായിയെ സംബന്ധിച്ചിടത്തോളം അത് ബുദ്ധിശൂന്യവും അർത്ഥരഹിതവുമായിട്ടുള്ള ഒരു നിലപാടാണ് എന്നതായിരുന്നു. മത്തായി ചിന്തിച്ചത് മറിച്ചാണ്. നമ്മളുടെ ഭരണകർത്താക്കൾ അവരാകാമെങ്കിൽ ഭരണപ്രവർത്തനങ്ങളിലുള്ള വിശദാംശങ്ങളിൽ പങ്കുപറ്റുക എന്നുള്ളതിൽ എന്താണ് തെറ്റ്? അതിൻ്റെ ഫലമായിട്ട് ആ ഭരണ നിർവഹണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ടാക്സ് പിരിക്കൽ, ചുങ്കം പിരിക്കുന്ന ജോലി മത്തായി ഏറ്റെടുക്കാനിടവരുന്നു. മത്തായിയെ അതിനെ അവരോധിക്കുന്നു, അല്ലെങ്കിൽ നിയമിക്കുന്നു. ഗാലിലി പ്രദേശത്തുള്ള ചുങ്കം പിരിക്കലിൻ്റെ ചുമതലയാണ് മത്തായിക്കുണ്ടായിരുന്നത്. ജലമാർഗത്തിൽ കൂടെയുള്ള കടത്തുവാഹനങ്ങളിൽ കൂടെ വരുന്ന സാധന സാമഗ്രികളുടെ ചുങ്കം. ഇത്തരത്തിലുള്ള മറ്റൊരു വ്യക്തിയെയും സുവിശേഷത്തിൽ നമുക്ക് കണ്ടെത്താനാകും, സഖേവൂസ്. അദ്ദേഹം ജെറിക്കോ നഗരത്തിലെ ചുങ്കം പിരിവിൻ്റെ ചുമതലയുള്ള മനുഷ്യനായിരുന്നു. അദ്ദേഹവും ഒരു യഹൂദനായിരുന്നു. മത്തായിയുടെ ചിന്ത പോലെ തന്നെ അദ്ദേഹവും ജോലി ചെയ്യുന്നതിൽ ഒരു അപാകതയും കണ്ടെത്താൻ ഇടവരാത്ത മനുഷ്യൻ. ഈ രണ്ടുപേരെയും അവരുടെ തീരുമാനങ്ങളെ യേശു അംഗീകരിക്കുന്നതായിട്ടാണ് സുവിശേഷങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. സഖേവൂസിനെയും യേശു അംഗീകരിക്കുക തന്നെയല്ല, അഭിനന്ദിക്കുക കൂടി ചെയ്യുന്നു. മത്തായിയോടും യേശുവിൻ്റെ പ്രതികരണം വളരെ അംഗീകാരത്തിൻ്റെതായിട്ടുള്ള പ്രതികരണമായിട്ടാണ് ഉടനീളം സുവിശേഷത്തിൽ നാം കാണുന്നത്. യേശു ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്ന ആ വേളയിൽ മത്തായിയെ ചുങ്കസ്ഥലത്ത് വെച്ച് കാണാനിടവരുന്നു. അങ്ങനെ മത്തായിയെ കണ്ട് സംസാരിച്ചതിന് ശേഷം യേശു മത്തായിയോട് തൻ്റെ ഉദ്ദേശം അറിയിക്കുന്നു, തന്നെ പിൻചൊല്ലുവാൻ ആഹ്വാനം ചെയ്യുന്നു. മത്തായിയെ സംബന്ധിച്ചിടത്തോളം അത് ജീവിതത്തിൻ്റെ ഒരു വഴിത്തിരിവായിരുന്നു എന്ന് വേണം വിചാരിക്കാം. സാമാന്യം ഭേദപ്പെട്ട ശമ്പളം, അതിനും പുറമെ ലഭിക്കുന്ന കിമ്പളം, നല്ല ധനാഗമന മാർഗമുള്ള ഒരു ജോലിയാണ് മത്തായി ചെയ്തിരുന്നത്. ആ അവസരത്തിലാണ് യേശു തന്നെ അനുഗമിക്കാൻ വേണ്ടിയുള്ള ഒരു ആഹ്വാനം മത്തായിയുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. മത്തായി ഒരു നിമിഷം അവധാനതയോടുകൂടി ചിന്തിച്ചതിന് ശേഷം തീരുമാനത്തിലെത്തിച്ചേരുന്നു. ജോലി രാജിവെച്ച് തൻ്റെ ഇത്രയും ധനാഗമന മാർഗത്തിന് വകകൊണ്ടുള്ള ആ വലിയ ജോലി തന്നെ രാജിവെച്ച് വെറും ദരിദ്രനായിട്ട് യേശുവിൻ്റെ പുറകെ പോകാനുള്ള തീരുമാനമാണ് മത്തായിയുടേത്. ഇവിടെയാണ് മത്തായിയുടെ തീരുമാനം ജീവിതത്തെ മുഴുവനും സമൂലം പരിവർത്തനം ചെയ്യാൻ ഇടവന്നു എന്നുള്ളത് നാം കാണാനിടവരിക. മത്തായി താനെടുത്ത തീരുമാനം ആഘോഷിക്കുകയാണ്. യേശുവിനും ശിഷ്യന്മാർക്കും മറ്റ് സുഹൃത്തുക്കൾക്കുമൊക്കെയായിട്ട് ഒരു നല്ല സൽക്കാരം നൽകിക്കൊണ്ട് ഈ സൽക്കാരത്തിൽ യേശുവും ശിഷ്യന്മാരും സംബന്ധിക്കുന്നു. ഈ സംബന്ധിക്കുന്നത് കണ്ട് കേട്ട് മനസ്സിലാക്കി യഹൂദന്മാരിൽ മിക്കവാറും യാഥാസ്ഥികമായിട്ട് ചിന്തിക്കുന്ന യഹൂദന്മാർക്ക് ഇത് രുചിച്ചില്ല.
അവർ യേശുവിൻ്റെ ശിഷ്യന്മാരോടായിട്ട് പരാതി പറയുന്നതായിട്ട് സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ട്. നിങ്ങളുടെ ഗുരു ചുങ്കക്കാരുടെയും പാപികളുടെയും കൂടെ ഭക്ഷണം കഴിക്കുന്നു. ഒരു പരിഹാസമാണത്. അങ്ങനെ വരുമ്പോൾ ഈ യഹൂദന്മാരെ ആയിരിക്കണം മത്തായിയെ ചുങ്കക്കാരൻ മത്തായി എന്ന പേരിലെ പരിഹാസ രൂപേണെ വിളിക്കാനിട വന്നത്. ലേവി എന്നുള്ള മത്തായിയുടെ പേര് യഥാർത്ഥത്തിൽ മാറ്റി പുതിയൊരു പേര് യേശു ആയിരിക്കണം അദ്ദേഹത്തിന് നൽകിയത്. മത്തായി എന്ന പേര് യേശു നൽകിയ പേരാകാനാണ് സാധ്യത. ആ പേരിൻ്റെ തന്നെ അർത്ഥം ദൈവത്തിൻ്റെ ദാനം എന്നാണ്. ദൈവത്തിൻ്റെ ദാനമായിട്ടാണ് മത്തായി യേശു കണ്ടത് എന്നല്ലേ അതിൻ്റെ അർത്ഥം. തികച്ചും അംഗീകാരത്തിൻ്റെതായിട്ടുള്ള ഒരു സമീപന രീതിയാണ് മത്തായിയുടെ ജോലി ചെയ്യുന്നതിന് വേണ്ടി, ചുങ്കം പിരിക്കുന്നതിന് വേണ്ടി തയ്യാറായതിനെ സംബന്ധിച്ചും ജീവിതത്തിൽ ഉടനീളം എടുത്ത തീരുമാനത്തെ സംബന്ധിച്ചും, പ്രത്യേകിച്ച് യേശുവിൻ്റെ ആഹ്വാനം അനുസരിച്ച് ഇപ്പോൾ ഇറങ്ങിത്തിരിക്കാൻ ഇടവന്ന ആ തീരുമാനത്തെ സംബന്ധിച്ചുമൊക്കെ വളരെ മതിപ്പായിരിക്കണം യേശുവിനെ മത്തായിയോടുണ്ടായത്. വളരെ നിഷ്ഠയുള്ള, വളരെ ചിട്ടയുള്ള ഒരു ജീവിതത്തിൻ്റെ ഉടമയായിരുന്നു മത്തായി ഉടനീളം നാം കാണാനിടവരുന്നത്. കാരണം യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ബഹുഭൂരിപക്ഷവും ഒരവസരത്തിൽ അല്ലെങ്കിൽ മറ്റൊരവസരത്തിൽ തങ്ങൾ ഉപേക്ഷിച്ച ജോലിയിലേക്ക് തന്നെ പിന്തിരിഞ്ഞതായിട്ട് നാം സുവിശേഷങ്ങളിൽ വായിക്കുന്നു. എന്നാൽ മത്തായി ഒരിക്കലും താൻ ഉപേക്ഷിച്ച ആ ജോലിയിലേക്ക് വീണ്ടും പിന്തിരിയുന്നതായിട്ട് കാണുന്നില്ല. ഒരിക്കൽ ഉപേക്ഷിച്ചത് തന്നെ. അങ്ങനെ നിഷ്ഠയുള്ളൊരു ജീവിതത്തിൻ്റെ ഉടമയായ മത്തായി തൻ്റെ വലിയൊരു ആഗ്രഹമായിരിക്കണം തന്നെ പരിഹസിച്ച, തന്നെ കളിയാക്കിയ യഹൂദന്മാരുടെ മുമ്പിൽ താൻ വിശ്വസിച്ച യേശുവിനെ അവതരിപ്പിക്കുക എന്നുള്ളത് മത്തായിയുടെ ഒരു ആഗ്രഹമായിരിക്കണം. ആ ആഗ്രഹത്തിൻ്റെ പൂർത്തീകരണം എന്ന നിലയിലായിരിക്കണം ദൈവത്താൽ നിവേശിതമായിട്ട് യേശുവിൻ്റെ സുവിശേഷം മത്തായി വിരചിക്കാനിടവന്നത്. മത്തായി എഴുതിയ സുവിശേഷം തന്നെ യഹൂദന്മാരെ ഉദ്ദേശിച്ച് എഴുതപ്പെട്ടിട്ടുള്ളതാണ് എന്നാണ് പണ്ഡിതമതം. അതുകൊണ്ട് യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം യേശുവിനെ സംബന്ധിച്ചുള്ള യഥാർത്ഥ ചിത്രം, യേശു ആരാണ് എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി എഴുതപ്പെട്ടിട്ടുള്ള സുവിശേഷം എന്ന രീതിയിലാണ് മത്തായിയുടെ സുവിശേഷം ഇന്ന് അറിയപ്പെടുന്നത്. അങ്ങനെ ധീരമായിട്ടുള്ളൊരു തീരുമാനം എടുക്കുകയും ആ തീരുമാനം ജീവിതത്തിൽ ഉടനീളം പാലിക്കാൻ ഇടവരികയും അങ്ങനെ ജീവിതത്തെ വളരെയേറെ ധന്യമാക്കി തീർക്കാനിടവന്ന വലിയൊരു വിശുദ്ധൻ്റെയും വലിയൊരു ശ്ലീഹായുടെയും സുവിശേഷകനും കൂടിയായിട്ടുള്ള മത്തായിയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഇന്നേ ദിവസം മത്തായി നമ്മുടെ മുമ്പിൽ ഒരു മാതൃകാ പുരുഷനായിട്ട് നിലകൊള്ളുന്നതിൽ തെറ്റില്ല.